ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള എൻ്റെ ഒരു കുട്ടിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മോന് സ്കൂളിൽ പോകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ബാഗ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, മഴയല്ലേ. അപ്പോൾ ഇന്നതെല്ലാം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോകുന്നത് സ്കൂൾ ബസാറിലോട്ടാണ് കേട്ടോ, നമ്മുടെ പോലീസ് സഹകരണ സംഘത്തിൻ്റെ. അമ്പൂ മോനെ സ്കൂളിൽ പോണ്ടേടാ, എണീക്കാം, നമുക്ക് പോവാ, എണീക്കാം വാ. അപ്പം മോനെ രാവിലെ എണീപ്പിച്ചതെന്ന് വെച്ചാൽ അവന് എണീക്കുമ്പോൾ തന്നെ ഒരു 9:30 ആവും. പക്ഷേ അങ്ങനെ പറ്റില്ല, ഇന്ന് എനിക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം നല്ല മഴയാണ്. അപ്പോൾ അവനെ സ്കൂളിൽ ആക്കിയിട്ടാണ് പോകുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്ത് വരുന്ന എൻ്റെ കസിൻസ് വരുന്നുണ്ട്, അവർ രണ്ടുപേരും വരും, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരും. അതിന് മുന്നേ മോനെ ഡ്രസ്സൊക്കെ ചെയ്ത് സ്കൂളിലാക്കണം. ഈവനിങ് വരെ അവൻ അവിടെ ഇരുന്നോളൂമെന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ല, വിചാരിച്ച പോലെ ആയിരുന്നില്ല, മോൻ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടാക്കി കേട്ടോ. അവൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, അവരെ വെയിറ്റ് ചെയ്ത്. ചതിച്ചു ഗൈസ്, മഴ ചതിച്ചു. അവരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നല്ല മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ പിള്ളേരൊക്കെ അകത്തുണ്ട്. ഞാനൊരു 5 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ 3 പേരായിട്ട് പോകുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 പേരും 3 വഴിക്കായി ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരായിരുന്നു പണ്ട് ഒരു കൂട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങി നേരെ നമ്മൾ പോയത് രേവതിയുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യണം, പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ നേരെ വിട്ടത് സ്കൂൾ ബസാറിലാണ്. സ്കൂൾ ബസാറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാളയം ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള റിസർവ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ശ്രീധന്യ കോംപ്ലക്സിലാണ്. അതിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 to നൈറ്റ് 9 ആണ് വരുന്നത്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. 25 to 60% വരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക. ഇതുവരെ വാങ്ങാത്തവരാണ്, നിങ്ങൾ കിഡ്സിന് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മസ്റ്റായിട്ട് വാങ്ങുക. റെയിൻ കോട്ട്സ് കിഡ്സിനും ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും ആയിട്ടുള്ള എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ്. എന്തായിരുന്നാലും മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് വാങ്ങണം കേട്ടോ. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് വാങ്ങിയത്. പിന്നെ കാർഡ് എടുക്കാനാണ് കുറച്ച് തിരക്ക് കൂടുതലിവിടെ. പിന്നെ ജിപേയും ക്യാഷിനൊക്കെ വലിയ കുഴപ്പമില്ലാതെ ബില്ല് ചെയ്ത് ഇറങ്ങാം നമുക്ക്. അങ്ങനെ നമ്മൾ എല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരാളും കൂടെ വരാനുണ്ട്, രേവതിയും കൂടെ വരാനുണ്ട്. അപ്പോൾ ഞാനും അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവിടെ നേരെ നമുക്ക് രാമചന്ദ്രയിൽ പോകണം, ബാക്കി കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കവർ ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും കവർ കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ എല്ലാം വണ്ടിയിൽ വെച്ചു, എല്ലാം പാക്ക് ചെയ്തു കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് അപ്പോഴേ ചെറിയ മഴ ഉണ്ടായിരുന്നു. നമ്മളവിടെ നേരെ രാമചന്ദ്രയിൽ വിട്ടു കേട്ടോ. വഴി എത്തുമ്പോൾ മഴ ചതിച്ചു, ഞങ്ങളവിടെ സ്റ്റക്കായിപ്പോയി. നമ്മുടെ ആസാദിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ സ്റ്റക്കായി നിൽക്കുന്നത്. അങ്ങനെ 3 പേര് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നേരെ രാമചന്ദ്രയിലെത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റായി. എനിക്ക് കിഡ്സിലോട്ട് പോകണമായിരുന്നു, അവർക്ക് ഫാൻസി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ കിഡ്സിലെത്തി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നേരെ ഞാൻ ഫാൻസിയിൽ അവരെ കാണാൻ വേണ്ടി പോയി കേട്ടോ. അവരപ്പോൾ ഏകദേശമൊക്കെ വാങ്ങിച്ച് സെറ്റായിരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മണി 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം മഴയും ഉണ്ട്, വിശപ്പും ഉണ്ട്. മോനെയും വിളിക്കാൻ പോകണം. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള ടൈം എന്തായാലും ഇല്ല. അങ്ങനെ നമ്മൾ രാമചന്ദ്രയിൽ തന്നെ ഫുഡ് കോർട്ടിൽ പോയി. അവിടെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ ഫുഡ്സൊക്കെ കിട്ടും. നമ്മൾ 3 ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ച് വലിയ ഓവർ ടേസ്റ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല, ഒരു ആവറേജ്. അങ്ങനെ നേരെ മോനെ വിളിക്കാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോൾ മോൻ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് മോനെയും പിക്ക് ചെയ്തു. മോനെ വിളിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ രേവതി ആതിര എൻ്റെ കൂടെ തന്ന 2 പേര് അവർ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞാനും മോനും കൂടി മീൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. ക്രാബാണ് കിട്ടിയത്, 2 ക്രാബ് വാങ്ങി. അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. നമ്മൾ വീട്ടിൽ ചെല്ലുക, പൊതി തുറക്കുക, വാഷ് ചെയ്യുക, ചട്ടിയിലോട്ട് ഇടുക, അത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് മോന് വാങ്ങിയ ഐറ്റംസൊക്കെ മോൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അവന് വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ടെസ്റ്റ് ചെയ്ത് നോക്കുകയുണ്ട്. ബാഗ് നോക്കി. സ്പൈഡർമാൻ ഫാനാണ് എൻ്റെ മോൻ. അപ്പോൾ സ്പൈഡർമാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. ഇതൊക്കെയാണ് കേട്ടോ മോന് വാങ്ങിയ. അവനെല്ലാം കാണണം, എല്ലാം നിരത്തി വെച്ച് വീഡിയോ എടുക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വാശിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ? സന്തോഷം. അമ്പു, ഞാൻ കാര്യം ചോദിക്കട്ടാ, ഇന്ന് സ്കൂളിൽ പോയപ്പോൾ വിഷമമായ ഫസ്റ്റ് ഡേ പോയപ്പോൾ? ആണോ? അങ്ങനെ എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ റെഡിയാണ് കേട്ടോ. അവൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതുവരെ സ്കൂൾ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി വാങ്ങുക. സ്കൂൾ ബസാറിൽ തന്നെ പോയി വാങ്ങുക, നല്ല ലാഭമുണ്ട്. മോൻ സ്കൂളിൽ പോകാൻ റെഡിയാണോ? ഇവിടെ നോക്ക്, പഠിക്കാൻ റെഡിയാണോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ പറ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ
അല്ലെങ്കിലേ പഠിക്കാൻ പറ്റൂല അല്ലേ? അങ്ങനെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.